ഹലോ, മലയാളി മെഡിക്കോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഫ്ലെക്സർ റെറ്റിനാക്കുലം. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. സോ ഫ്ലെക്സർ റെറ്റിനാക്കുലം ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻറ്റ്. ഇത് മെയിനായിട്ടും നമ്മൾ 4 ഹെഡിങ്സിൻ്റെ അണ്ടറിലായിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, സെക്കൻഡ് അറ്റാച്ച്മെൻറ്റ്സ്, തേർഡ് റിലേഷൻസ് ആൻഡ് ഫോർത്ത് ക്ലിനിക്കൽ കോറിലേഷൻസ്. First, introduction. It is a strong fibrous band that bridges the anterior concavity of carpus that converts it into an osseofibrous tunnel or carpal tunnel. It is thickening of deep fascia in front of the carpal bones. So, നമ്മുടെ ഡീപ്പ് ഫേഷ്യ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഹാൻഡിൽ അതിന് മെയിനായിട്ട് 3 മോഡിഫിക്കേഷൻസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് മോഡിഫിക്കേഷൻ നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാക്കുലം, സെക്കൻഡ് മോഡിഫിക്കേഷൻ പൾമാർ അപ്പോന്യൂറോസിസ് ആൻഡ് തേർഡ് വൺ ഇസ് ഫൈബ്രസ് ഫ്ലെക്സർ ഷീത്ത് ഓഫ് ഫിംഗേഴ്സ്. സോ അതിൽ മെയിനായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാക്കുലം. സോ ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഫൈബ്രസ് ബാൻഡാണ്. അത് നമ്മുടെ കാർപ്പൽ ബോൺസിൻ്റെ അവിടെ കാണുന്ന ആൻറ്റീരിയർ കോൺകേവിറ്റീനെ ബ്രിഡ്ജ് ചെയ്യുന്നു. അങ്ങനെ ബ്രിഡ്ജ് ചെയ്തിട്ട് താഴെ അതൊരു ഓസിയോഫൈബ്രസ് ടണൽ അല്ലെങ്കിൽ നമ്മുടെ കാർപ്പൽ ടണൽ ഫോം ചെയ്യും. ഇനി നമുക്ക് കാർപ്പൽ ബോൺസിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാക്കാം. സോ നമ്മുടെ കയ്യിൽ മൊത്തം 8 കാർപ്പൽ ബോൺസാണ് ഉള്ളത്. ഈ 8 കാർപ്പൽ ബോൺസിനെ 2 റോസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, പ്രോക്സിമൽ റോയും ഡിസ്റ്റൽ റോയും. അങ്ങനെ പ്രോക്സിമൽ റോയിൽ 4 ബോൺസും ഡിസ്റ്റൽ റോയിൽ 4 ബോൺസും. ഇനി പ്രോക്സിമൽ റോയിൽ നമ്മൾ ലാറ്ററൽ ടു മീഡിയൽ നോക്കുന്ന സമയത്ത് സ്കഫോയിഡ്, ലുനേറ്റ്, ട്രൈക്വിട്രം ആൻഡ് പെസിഫോം. ഇനി ഡിസ്റ്റൽ റോല് നമ്മൾ ലാറ്ററൽ ടു മീഡിയൽ നോക്കുന്ന സമയം ട്രപ്പീസിയം, ട്രപ്പീസോയിഡ്, ക്യാപിറ്റേറ്റ് ആൻഡ് ഹെമേറ്റ്. ഇനി ഇതിനെ പഠിക്കാനുള്ള സുഖത്തിന് വേണ്ടി നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. ഷീ ലുക്സ് ടു പ്രെറ്റി, ട്രൈ ടു ക്യാച്ച് ഹർ. ഷീ സ്കഫോയിഡ്, ലുക്സ്, ലുനേറ്റ്, ടു ട്രൈക്വിട്രൽ, പ്രെറ്റി, പെസിഫോം. ഇത് 4ഉം ലാറ്ററൽ ടു മീഡിയൽ പ്രോക്സിമൽ റോലാണ് കാണുന്നത്. ട്രൈ ടു ക്യാച്ച് ഹർ, ട്രൈ ട്രപ്പീസിയം, ടു ട്രപ്പീസോയിഡ്, ക്യാച്ച്, ക്യാപിറ്റേറ്റ്, ഹെർ, ഹെമേറ്റ്. ഇത് 4ഉം ലാറ്ററൽ ടു മീഡിയൽ ഡിസ്റ്റൽ റോളാണ് കാണുന്നത്. അടുത്തത് അറ്റാച്ച്മെൻറ്റ്സ്. നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്ന് പറയുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പായിട്ടുള്ള ഒരു ഷീത്താണ്. സോ ഇതിന് മെയിനായിട്ടും 4 കോർണേഴ്സായിട്ടാണ് കാണുന്നത്. ഈ 4 കോർണേഴ്സ് മീഡിയലി 2 കോർണേഴ്സും ലാറ്ററലി 2 കോർണേഴ്സും. മീഡിയലി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ പെസിഫോം ബോൺ ആൻഡ് ഹുക്ക് ഓഫ് ഹെമേറ്റ്. ലാറ്ററലി ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ട്യൂബർക്കിൾ ഓഫ് ദി സ്കഫോയിഡ് ആൻഡ് ക്രസ്റ്റ് ഓഫ് ദി ട്രപ്പീസിയം. അടുത്തത് നമ്മുടെ ഫ്ലെക്സർ റെറ്റിനാക്കുലം മെയിനായിട്ടും 2 സ്ലിപ്സ് ഫോം ചെയ്യുന്നുണ്ട്. ഒന്നാമത്തത് സൂപ്പർഫിഷ്യൽ സ്ലിപ്പ്, രണ്ടാമത്തത് ഡീപ്പ് സ്ലിപ്പ്. ഇനി സൂപ്പർഫിഷ്യൽ സ്ലിപ്പ് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദി വോളാർ കാർപ്പൽ ലിഗമെൻറ്റ്. ഇത് കാണുന്നത് നമ്മുടെ മീഡിയൽ സൈഡിലാണ്. സോ നമ്മൾ പറഞ്ഞു മീഡിയൽ അറ്റാച്ച്മെൻറ്റിൽ വരുന്ന ബോണാണ് പിസിഫോം ബോൺ. സോ ഇതിനെന്ത് ചെയ്യും, പിസിഫോം ബോണിലേക്ക് അറ്റാച്ച് ചെയ്യും. ഇനി അതിലൂടെ മെയിനായിട്ടും പാസ് ചെയ്യുന്ന കണ്ടൻറ് എന്ന് പറയുന്നത് അൾനാർ നെർവും അതിൻ്റെ വെസൽസുമാണ്. ഫിഗറിൽ ക്ലിയർലി വിസിബിൾ ആണ് ദാറ്റ് ഇറ്റ് ഈസ് അറ്റാച്ച് ടു ദ പിസിഫോം ബോൺ. അടുത്തത് ഡീപ്പ് സ്ലിപ്പ്. ഡീപ്പ് സ്ലിപ്പ് എന്ന് പറയുന്നത് ലാറ്ററൽ സൈഡിൽ പ്രസൻ്റ് ആയിട്ടുള്ള സ്ലിപ്പാണ്. സോ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ മീഡിയൽ ലിപ്പ് ഓഫ് ദി ഗ്രൂവ് ഓഫ് ദി ട്രപ്പീസിയം. അത് നമുക്ക് ഫിഗറിൽ ക്ലിയർലി വിസിബിൾ ആണ്. അത് നമ്മുടെ ട്രപ്പീസിയത്തിൻ്റെ ഗ്രൂവിൻ്റെ മീഡിയൽ ലിപ്പിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു. ഇതിലൂടെ മെയിനായിട്ടും പാസ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലെക്സർ കാർപ്പൽ റേഡിയാലിസിൻ്റെ ടെൻറ്റോണാണ്. അടുത്തത് റിലേഷൻസ് മെയിനായിട്ടും നമ്മൾ 2 ആയിട്ടാണ് പറയുക. ഒന്നാമത് സ്ട്രക്ചേഴ്സ് പാസിംഗ് സൂപ്പർഫിഷ്യൽ ടു ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം, രണ്ടാമത് സ്ട്രക്ചേഴ്സ് പാസിംഗ് ഡീപ്പ് ടു ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം. ഇനി ആദ്യം സ്ട്രക്ചേഴ്സ് പാസിംഗ് സൂപ്പർഫിഷ്യൽ ടു ദ ഫ്ലെക്സർ റെറ്റിനാക്കുലം. അത് നമ്മൾ മീഡിയൽ ടു ലാറ്ററൽ പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ സൂപ്പർഫിഷ്യൽ സ്ലിപ്പ് വോളാർ കാർപ്പൽ ലിഗമെൻറ്റിന് 2 കണ്ടൻ്റായ അൾനാർ നെർവ് ആൻഡ് അൾനാർ ആർട്ടറി. അതിനുശേഷം പൾമാർ ക്യൂട്ടേനിയസ് ബ്രാഞ്ച് ഓഫ് അൾനാർ നെർവ്. അടുത്തത് ടെൻഡൻ ഓഫ് പൾമാറിസ് ലോങ്ങസ്. അടുത്തത് പൾമാർ ക്യൂട്ടേനിയസ് ബ്രാഞ്ച് ഓഫ് മീഡിയൻ നെർവ്. നെക്സ്റ്റ് സൂപ്പർഫിഷ്യൽ പൾമാർ ബ്രാഞ്ച് ഓഫ് റേഡിയൽ ആർട്ടറി. ഇത്രയാണ് സൂപ്പർഫിഷ്യലായിട്ട് പാസ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ്. അടുത്തത് സ്ട്രക്ചേഴ്സ് പാസിംഗ് ഡീപ്പ് ടു ദി ഫ്ലെക്സർ റെറ്റിനാക്കുലം എന്ന് പറഞ്ഞാൽ ത്രൂ ദി കാർപ്പൽ ടണൽ. അത് മെയിനായിട്ടും 4 ആയിട്ടാണ് കാണുന്നത്. ഒന്നാമത്തത് ടെൻഡൻസ് ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം സൂപ്പർഫിഷ്യാലിസ്, അടുത്തത് ടെൻഡൻ ഓഫ് ഫ്ലെക്സർ ഡിജിറ്റോറം പ്രൊഫണ്ടസ്. ഈ 2 കണ്ടൻസിനെയും എൻക്ലോസ് ചെയ്തുകൊണ്ട് ഒരു ബേസ പ്രസൻ്റ് ആണ്. അതാണ് നമ്മുടെ അൾനാർ ബേസ. അടുത്തത്
ടെൻഡൺ ഓഫ് ഫ്ലെക്സാർ പോളിസിസ് ലോങ്ങസ്. ഇതിനെ എൻക്ലോസ് ചെയ്തുകൊണ്ട് കാണുന്ന ബേഴ്സയാണ് റേഡിയൽ ബെർസ. അടുത്ത മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റാണ് നമ്മുടെ മീഡിയൻ നെർവ്. അടുത്തത് ക്ലിനിക്കൽ കോറിലേഷൻ. സോ നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് എസ്സേ ചോദിച്ചാലും ഷോർട്ട് നോട്ട് ചോദിച്ചാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ക്ലിനിക്കൽ അനാറ്റമി എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ക്ലിനിക്കൽ കോറിലേഷനായിട്ട് നമ്മൾ പറയുന്ന സാധനമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഇറ്റ് റിസൾട്ട്സ് വെൻ ദ റെറ്റിനാക്കുലം കംപ്രസസ് ദി അണ്ടർലൈങ് മീഡിയൻ നെർവ്. അപ്പോൾ നമ്മുടെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റായിട്ട് ഞാൻ പറഞ്ഞൊരു സാധനമാണ് എന്ത്, നമ്മുടെ മീഡിയൻ നെർവ്. അപ്പോൾ ഇതിനെ റെറ്റിനാക്കുലം കംപ്രസ് ചെയ്യുന്ന സമയത്ത് അപ്പിയർ ചെയ്യുന്ന ഒരു ഡിസീസാണ് നമ്മുടെ കാർപ്പൽ ടണൽ സിൻഡ്രോം. അപ്പോൾ മീഡിയൻ നെർവ് സപ്ലൈ ചെയ്യുന്ന മസിൽസിന് എന്ത് സംഭവിക്കും, വേസ്റ്റേജ് സംഭവിക്കും. സോ അത് മെയിനായിട്ടും സപ്ലൈ ചെയ്യുന്ന മസിൽസാണ് നമ്മുടെ തീനാർ മസിൽസ്. സോ തീനാർ മസിൽസിന് വീക്ക്നെസ് സംഭവിക്കും. ഇതിൽ പോസിറ്റീവായിട്ടുള്ള ടിനൽ സൈനും ഫാലൻസ് ടെസ്റ്റും പ്രസൻ്റ് ആണ്. നമ്മൾ ഫിഗർ നോക്കുന്ന സമയത്ത് അതിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ വീക്ക്നെസ് ഓഫ് ദി തീനാർ മസിൽസ് കാണാൻ പറ്റും. അടുത്തത് ടിനൽ സൈൻ. ടിനൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലെക്സാർ റെറ്റിനാക്കുലത്തിൻ്റെ മുകളിൽ നമ്മൾ പെർക്കഷൻ ചെയ്യുന്ന സമയത്ത് കാർപ്പൽ ടണൽ സിൻഡ്രത്തിൻ്റെ സിംറ്റംസ് എന്ത് ചെയ്യും, അപ്പിയർ ചെയ്യാൻ തുടങ്ങും. അടുത്തത് ഫാലൻസ് ടെസ്റ്റ്. നമ്മുടെ രണ്ട് കൈയിൻ്റെയും റിസ്റ്റ് തമ്മിൽ ഫ്ലെക്ഷനിൽ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ 1 മിനിറ്റ് കീപ്പ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻറ്റിന് സിംറ്റംസ് അപ്പിയർ ചെയ്യാൻ തുടങ്ങും. സോ ഫ്ലെക്സാർ റെറ്റിനാക്കുലം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ക്ലിനിക്കൽ ആപ്ലിക്കേഷൻ ആയിട്ടുള്ള കാർപ്പൽ ടണൽ സിൻഡ്രോമും സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാവുന്ന ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആണ്. കൂടാതെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസിന് ക്ലിനിക്കൽ ചാർട്ട്സ് ആയിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഹോപ്പ് എല്ലാവർക്കും വീഡിയോ നല്ല യൂസ്ഫുൾ ആയിരുന്നു. താങ്ക് യു.